ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുറേ ആയല്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റിംഗ് ബൈൻഡിങ് ബുക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. അപ്പോൾ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഞാൻ എടുത്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. നമ്മളിത് 4ആയിട്ടായിരുന്നു ഫോൾഡ് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ 3 സൈഡ് നമുക്ക് ഗ്യാപ്പ് ഉണ്ടാവും. അതിൽ 2 സൈഡ് ഈ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ ഒരു സൈഡ് മാത്രം വിട്ടിട്ട് ബാക്കിയുള്ള സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ചെറിയ ട്രാൻസ്പെറൻറ്റ് ഷീറ്റും കൂടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആ ചെറിയ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഈ ബുക്കിലോട്ടേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റിക്കറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള നെയിം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. മുന്നേ സ്ക്രാപ്പ് ബുക്കൊക്കെ ചെയ്യുന്ന ടൈമിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായതായിരുന്നു. ഇനി ഇത് തന്നെ വെക്കണം എന്നൊന്നുമില്ല. നമ്മൾ നോർമൽ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടായാലും ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ബേസ് ആയിട്ടുള്ള ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഈ സെൻറ്റർ പോർഷനിലേക്ക് നമുക്ക് ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ആ കാർഡ്ബോർഡ് പീസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോർമൽ A4 പേപ്പർ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മൾ എല്ലാ സൈഡും ഒന്ന് A4 പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റ് അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ കുറച്ച് എന്തെങ്കിലും ഡിസൈൻ വരക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെ എന്ത് ചെയ്യുകയാണെങ്കിലും ലാസ്റ്റ് ഈ ഒരു ഗ്രിഡ് ലൈൻ തന്നെയാണ് കേട്ടോ വരക്കാറുള്ളത്. അതാവുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കാര്യം കഴിയുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഗ്രിഡ് ലൈൻസ് തന്നെ വരച്ചു കൊടുത്ത് ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കറക്റ്റ് സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നോർമൽ ഫെവിക്കോൾ കൊണ്ട് ഒട്ടുന്നു തോന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടിയുള്ള നല്ല സ്റ്റിക്കാവുന്ന ഏതെങ്കിലും ഒരു ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കാൻ നോക്കാം. ഞാനിവിടെ ഇത് ടാക്കി ടാപ്പാണ് കേട്ടോ. ടാക്കി ടാപ്പ് അത്യാവശ്യം നല്ലോണം സ്റ്റിക്കാവുന്ന ടാപ്പാണ്. അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് ഇവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ബൈൻഡിങ് ബുക്കാണല്ലോ. അപ്പോൾ അതിൽ മെയിനായിട്ട് വേണ്ടതാണ് ഈ ഒരു റിങ്. സ്ക്രാപ്പ് ബുക്ക് റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ചെറിയ എമൗണ്ടേ ഉള്ളൂ കേട്ടോ ഇതിന്.
ഇനി ഇതാ നമുക്ക് ഇങ്ങനെ ഈ ഒരു 3 റിങ്ങാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് 3ഉം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതായാലും നമ്മളത് ആ ഗ്ലൂ ഗണ്ണ് ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് നമുക്ക് ഉള്ളിലേക്കുള്ള പേപ്പേഴ്സ് റെഡിയാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോർമൽ A4 പേപ്പറാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ A4 പേപ്പർ എന്നില്ലെങ്കിൽ പഴയ നോട്ട്ബുക്കിൻ്റെ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച പേപ്പർ കറക്റ്റ് ഒന്ന് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ റിങ്ങിൻ്റെ സെയിം മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് ഈ പേപ്പറിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഞാനിതാ പഞ്ച് യൂസ് ചെയ്തിട്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുവരെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയതായിരുന്നു. പക്ഷേ ഇതാ നമ്മൾ പേപ്പർ ഇട്ടിട്ട് റിംഗ് ഒന്ന് ക്ലോസ് ചെയ്യുന്ന ടൈമിലേക്ക് എല്ലാം ഇളകി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വേറെ വീഡിയോസൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിലൊക്കെ ഇവരെല്ലാം ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ എനിക്ക് എങ്ങനെയോ അത് 2 പ്രാവശ്യം ഞാനത് ഒട്ടിക്കാൻ നോക്കി. പക്ഷേ 2 പ്രാവശ്യവും ഫ്ലോപ്പായിരുന്നു. പിന്നെ ഞാൻ വേറൊരു മെത്തേഡിലാണ് ഇത് ചെയ്തെടുത്തത്. ഇതാ ഇങ്ങനെ ഹോൾസ് ഇട്ടിട്ട് അതിലൂടെ റിങ് ഇടാമെന്ന് വെച്ചു. പക്ഷെ അതും കുറച്ച് ടാസ്ക് ആയിരുന്നു. നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ എല്ലാം ആ പേപ്പേഴ്സും എല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ ബൈൻഡ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ എന്നാലും ഫൈനലായി ചെയ്തെടുത്തിട്ടുണ്ട്. അതിനിതാ നമ്മൾ 3 റിങ്ങും അതിലൂടെ എങ്ങനെയല്ലോ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പറെല്ലാം ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ആദ്യം ആക്കിയ പേപ്പർ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം പേപ്പേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഹോൾസ് ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമ്മൾ ബൈൻഡിങ് ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കവർ പേജ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് ഞാൻ 2 പേപ്പർ മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പാറ്റേൺ വരച്ചു കൊടുത്തിട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ ഈ പ്ലെയിൻ പേപ്പർ മാത്രം വെക്കുമ്പം അത്ര ഒരു ഭംഗി കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 2 സൈഡിലും പേപ്പർ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിച്ചു ഈ കുറച്ച് സീക്വൻസ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ ആ സീക്വൻസ് കൂടി ഇട്ട് കൊടുത്തിട്ട് ആ സൈഡ് ഇനി നമുക്കൊന്ന് സെല്ലോ ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇത്ര അടിപൊളിയായിട്ട് കിട്ടുന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് ചെയ്തെടുത്ത് ലാസ്റ്റ് ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? ഇനി ഇതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.